കാട്ടാനകൾക്ക് വേണ്ടി ഇടുക്കി ആനിറങ്കൽ ജലാശയത്തിലെ ബോട്ടിംഗ് നിർത്തിവെച്ച വനംവകുപ്പ് മാട്ടുപ്പെട്ടി ജലാശയത്തിലെ സീപ്ലെയിൻ പദ്ധതിയെയും എതിർക്കുന്നത് ടൂറിസം വികസനത്തിന് തിരിച്ചടിയാകും. ആനിറങ്കലിലെ ബോട്ടിംഗ് നിർത്തിവെച്ചതോടെ നിരവധി സഞ്ചാരികളാണ് നിരാശരായി മടങ്ങുന്നത്. അരിക്കൊമ്പനെ പിടികൂടുന്നതുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ ശുപാർശയനുസരിച്ചാണ് 2023 ജൂലൈ 14 ആനിറങ്കൽ ജലാശയത്തിൽ ബോട്ടിംഗ് നിരോധിച്ചുകൊണ്ട് ഹൈക്കോടതിയുടെ ഉത്തരവിറങ്ങിയത്. ആനിറങ്കൽ മേഖലയിലെ കാട്ടാനകളുടെ സ്വൈര്യവിഹാരത്തിന് ബോട്ടിംഗ് വിഘാതം സൃഷ്ടിക്കുന്നുവെന്ന വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഉത്തരവുണ്ടായത്. ബോട്ടിംഗ് പുനരാരംഭിക്കുന്നതിൽ കോടതി അന്തിമ തീരുമാനമെടുക്കാത്തത് മൂലം ഹൈഡൽ ടൂറിസം വിഭാഗത്തിന് ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഉണ്ടായത്. ശരിക്കും ബോട്ടിംഗ് ഉണ്ടായിരുന്ന സമയത്ത് നല്ല കച്ചവടം ഉണ്ടായിരുന്നു. ഈ സമയത്തൊക്കെ നല്ല തിരക്കും നല്ല 10-15 രൂപയുടെ അടുത്തൊക്കെ കച്ചവടം വരുന്ന സമയമാണിത്. 8:30 മുതൽ ഗസ്റ്റ് കയറി വരുന്നതാണ്. പക്ഷെ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗസ്റ്റ് ഇല്ലാത്ത അവസ്ഥയായി പോയി. ഞങ്ങളുടെ ബിസിനസ് വളരെ വളരെ മോശമായിട്ടായിരിക്കണേ. ശരി, ഇത് ഹൈഡലിന്റെ കയ്യിൽ നിന്ന് ഞങ്ങൾ ലീസിനെടുത്തിട്ട് നടത്തുന്നതാണ് ശരിക്കും ഈ സ്ഥാപനം. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ റെന്റ് പോലും അടയ്ക്കാനുള്ള വരുമാനം ഇതിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടുന്നില്ല. 2023 ഏപ്രിൽ 29 അരിക്കൊമ്പനെ മയക്കുവെടി വെച്ച് പിടികൂടി കാട് മാറ്റി 2.5 മാസം കഴിഞ്ഞാണ് ആനിറങ്കൽ ജലാശയത്തിലെ ബോട്ടിംഗ് നിരോധിച്ചത്. അതിനുശേഷം പലതവണ ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഈ കേസ് വന്നെങ്കിലും ബോട്ടിംഗ് പുനരാരംഭിക്കുന്നതിൽ തീരുമാനമായില്ല. ജലാശയത്തിന്റെ 10% സ്ഥലം മാത്രമാണ് നിലവിൽ ബോട്ടിംഗിന് ഉപയോഗിക്കുന്നതെന്നും ഹൈഡൽ വിഭാഗത്തിന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. ബോട്ടിംഗ് നിർത്തിയതോടെ ആനിറങ്കൽ ജലാശയം സന്ദർശിക്കാനെത്തുന്ന സഞ്ചാരികളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവ് സംഭവിച്ചു. ഇവിടെ ബോട്ടിംഗ് നിന്ന് പോയതോടുകൂടി ഇവിടെ സഞ്ചാരികളെല്ലാം വരുന്നത് കുറവാണ്. പിന്നെ ഇവിടെ ഇവിടെ വരുന്ന സഞ്ചാരികളെ ആശ്രയിച്ചാണ് ഞങ്ങൾ ഇവിടെ എല്ലാം. ഇവിടെ ഇതൊരു പാർക്കാണ്, എലിഫന്റ് വാലി എന്ന് പറഞ്ഞ പാർക്കാണ്. ബോട്ടിംഗ് നിന്നോടുകൂടി ഇപ്പൊ സഞ്ചാരികൾ വരാതായതോടുകൂടി ഞങ്ങളിവിടെ പ്രതിസന്ധിയിലാണ്. അപ്പം ഉടനെ ഇത് പുനരാരംഭിക്കുമെന്ന് പ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ശബ്ദരഹിത ബോട്ടുകളുടെ ഉപയോഗം, ബോട്ട് സവാരിയുടെ ദൂരപരിധി കുറയ്ക്കുക, വാഹന പാർക്കിംഗ് മറ്റൊരിടത്തേക്ക് മാറ്റുക തുടങ്ങിയ നിർദ്ദേശങ്ങളിൽ കോടതി ഹൈഡൽ ടൂറിസം വിഭാഗത്തിന് നിലപാട് തേടിയിരുന്നു. ബോട്ടുകൾ ശബ്ദരഹിതമാക്കുന്നതിൽ ഹൈഡൽ ടൂറിസം വിഭാഗം അനുകൂല നിലപാടാണ് കോടതിയെ അറിയിച്ചത്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.